1350 മുതൽ 1400 റേഞ്ചിൽ നിങ്ങൾക്ക് ഏത് ഫോൺ ഇവിടെ വാങ്ങിക്കൊണ്ടോ. അല്ല ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു എവറസിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർത്ത്ഡേ. നമ്മൾ പെരുന്നാളിന് അടിപൊളി ഓഫറാണ് ഇട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് മൊബൈലൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്. ബിഗ് താങ്ക്സ് പറയണം, കാരണം നല്ല സെയിൽ തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധനമൊക്കെ ഏകദേശം ഒരു പകുതി തീർന്നു തന്നെ പറയാം. ഇനിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, തീരുവില്ല നമ്മളെടുത്ത്, തീരും നമ്മൾ കൊണ്ടുവരും. അതുപോലെ കസ്റ്റമർ നമുക്ക് യൂസർ മൊബൈൽ എങ്ങനെയൊക്കെ എത്തിച്ചേരുന്നത്, ഒരുപാട് ബ്രാൻഡ് ന്യൂ കൊടുക്കുന്നതിനെ കൊണ്ട് കസ്റ്റമർ അവരുടെ കയ്യിലെ യൂസർ ഞങ്ങൾക്ക് തന്നിട്ടാണ് ബ്രാൻഡ് ന്യൂ ആയി പോകുന്നത്. അതുകൊണ്ട് യൂസ്ഡ് ഫോൺ ഒരുപാട് വരുന്നത്, നല്ല ഒറിജിനൽ സാധനങ്ങൾ കിട്ടും. പൈസൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയുന്ന അതേ വാക്ക് ഇപ്പോൾ പറയുകയാണ്. മാർക്കറ്റ് അപേക്ഷിച്ച് വില കുറവ്, നല്ലതിനാണെങ്കിൽ വില കുറവാണ്. അതെല്ലാം മാർക്കറ്റ് അപേക്ഷിച്ചാണെങ്കിൽ 50-100 എൻ്റെ അടുത്ത് വില ജാസ്തിയാണ് ഉള്ളത്, തുറന്നു പറഞ്ഞിട്ട് തന്നെ തരികയാണ്. പക്ഷേ സാധനത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഘട്ടം വരില്ല. കാരണം ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു 50-100 വിഷയമല്ല, കൊടുക്കുന്നതിൻ്റെ നല്ലത് വാങ്ങാത്ത പോളിസിയാണ്. അത് അന്നും ഇന്നും ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സാധനം നല്ല റേറ്റിന് കിട്ടും. മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് നല്ലൊരു വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആൾ റീഫർബിഷ്ഡും അതുപോലെ തന്നെ ആക്റ്റീവ് ചെയ്തതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബൂസ്റ്റ് ചെയ്തത്, ഹോർലിക്സ് ചെയ്തത്, പിന്നെ പോളിഷ് ചെയ്തത്, കളർ പെയിൻറ്റിങ് അതൊക്കെ കിട്ടുന്നുണ്ട്. ബോഡി ചേഞ്ചൊക്കെ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പുറത്തുനിന്ന് എടുക്കുന്ന കാര്യം വളരെ കുറവാണ്. പരമാവധി കസ്റ്റമറെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് നല്ല സ്റ്റോക്ക്, എല്ലാ ഐറ്റം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഉള്ള സാധനം നല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് ലാഗ് ചെയ്തിട്ട് നേരെ നമുക്ക് വീഡിയോ പോവാം. വാ, നമുക്ക് എന്താ 11 Pro മുതൽ തുടങ്ങാം. 11 Pro നല്ല കണ്ടീഷൻ സാധനം, ഒരു 5-6 പീസ്, അധികമൊന്നുമില്ല, ഒരു 5-6 പീസ് വന്നിട്ടുണ്ട്. 11 Pro നല്ല റേറ്റിന് കൊടുക്കുക. 256 GB ആണ്, 256 GB ആണ്, 950 dirhams ആണ് കൊടുക്കുന്നത്. വെറും 950 dirhamsന് ഐഫോൺ 11 Pro 256 GB 3 ക്യാമറ ഉള്ള. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് 12ലേക്ക് പോകാം. 12ലേക്ക് പോകുമ്പോൾ അതിലാണ് 5G സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 12ലേക്ക് നേരെ പോകുന്നത്. 12 മുതൽ മേലോട്ടേക്ക് പോകാം. 12 ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത് 12 മിനി ഉണ്ട്, നല്ല അടിപൊളി മിനി വന്നിട്ടുണ്ട്. 12 മിനി നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 12 മിനി കൊടുക്കുന്നത് വെറും 850-900 dirhamsനുള്ളിലായിട്ട് 12 മിനി നല്ല കണ്ടീഷൻ, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാത്ത നീറ്റ് സാധനം കൊടുക്കുന്നുണ്ട്. വെറും 850-900 dirhamsന്റെ എമൗണ്ടിൽ നിങ്ങൾക്ക് 12 മിനി 128 GB കിട്ടും. അതല്ല നിങ്ങൾക്ക് 12 കുറച്ച് ബിഗ് സൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 12 ആയിട്ട് നല്ല റേറ്റ് തരാം. 12 കൊടുക്കുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് തരാം. 12 കൊടുക്കുന്നത് 950-1000 dirhamsന്റെ റേഞ്ചിൽ 12 കൊടുക്കുന്നുണ്ട്. 128 GB ആണ് കൊടുക്കുന്നത്. 256 GB ആണെങ്കിൽ 1200-1250 റേഞ്ചിൽ 256 GB കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഐഫോൺ 12 Pro ആണിക്കുന്നത്. 12 Pro നമ്മൾ കഴിഞ്ഞ വീക്കിൽ അടിപൊളി ഓഫർ ഇട്ട് 950 dirhams മുതൽ 1050 dirhams വരെ 12 Pro 128 GB ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 90% മൊബൈൽ തീർന്നു. ഇപ്രാവശ്യം 12 Pro 128 GB ഓഫർ കൊടുക്കുക. നമ്മൾ 256 അല്ല 512 GB ഓഫർ കൊടുക്കുന്നത്. 512 GB ഓഫർ കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. 512ൻ്റെ അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 512 നിങ്ങൾക്ക് പിടുത്തപ്പെട്ട റേറ്റ് തന്നെ തരാം. 1350 മുതൽ 1400 റേഞ്ചിൽ നിങ്ങൾക്ക് ഏത് ഫോൺ ഇവിടെ വാങ്ങിക്കൊണ്ടോ. 12 Pro അടിപൊളി സ്റ്റോക്കാണ്. 512 GB ആണ്. ബൂസ്റ്റോ ഓർലിക്സ് ഒന്നും ചെയ്യാത്ത, ഒരു ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കൈവെക്കാത്ത അടിപൊളി പീസാണ്. കസ്റ്റമർ ഉപയോഗിച്ച സാധനമാണ്. ധൈര്യത്തിൽ നിങ്ങൾക്ക് കസ്റ്റമർ യൂസ് ചെയ്ത ഒരു സ്ക്രാച്ചസും കാര്യമൊന്നും ഇല്ലാത്ത അടിപൊളി സാധനമാണ്. ഇനി 12 Pro കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് 12 Pro Maxലേക്ക് പോകാം. 12 Pro Maxലേക്ക് പോകണം. 12 Pro Max മുന്നേ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കൊടുത്തിരുന്നത് 512, ഒരുപാട് ആൾക്കാർ വാങ്ങിപ്പോയിട്ടുണ്ട്. ഇത്തവണ നമുക്ക് അതേ സെയിം റേറ്റ് കൊടുക്കുകയാണ്. 512 1750 1800 റേഞ്ചിൽ 512 GB കൊടുക്കുന്നത്. 512 GB ആണ് അടിപൊളി സ്റ്റോക്ക് കൊടുക്കുന്നത്. 12 Pro Max 512 GB. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഐഫോൺ 13ലേക്ക് പോകാം. 13ലേക്ക് പോകുകയാണെങ്കിൽ ഐഫോൺ 13 ആണ് ഈ കാണുന്ന സ്റ്റോക്ക് മുഴുവൻ. ഐഫോൺ 13 ആണ്, എല്ലാ കളർ അവൈലബിൾ ആണ്. ഐഫോൺ 13 നിങ്ങൾക്ക് 80, 82, 83 ഒക്കെ ബാറ്ററി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് നല്ല സ്ക്രാച്ചും കാര്യം ഒന്നും ഇല്ലാത്ത സാധനമാണ്. ഇതൊക്കെ ബൂസ്റ്റ് ചെയ്താൽ പോലെ ഒരാൾ പോലും അറിയില്ല. പക്ഷെ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത്, കസ്റ്റമർ എങ്ങനെയാണ് തന്നത് അതേപോലെ നിങ്ങൾക്ക് തീരുന്നേക്കും. ഐഫോൺ 30 കൊടുക്കുന്നത് വെറും 1100 dirhamsനാണ്. 13 കൊടുക്കുന്നത് 1100 dirhamsനാണ്. ബാറ്ററി 85ൻ്റെ താഴെയാണെങ്കിൽ, 85ൻ്റെ മുകളിലാണെങ്കിൽ ഒരു 100 dirhamsൻ്റെ വ്യത്യാസം വരും. 100-150 dirhams എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 85ൻ്റെ മുകളിലുള്ള നല്ല അടിപൊളി ബാറ്ററി കിട്ടും. അപ്പോൾ യുവർ ചോയ്സ്, നിങ്ങൾക്ക് രണ്ടും കൊടുക്കാം. ബാറ്ററി ആരോ കമൻറ്റ് ഇട്ടിരുന്നു, ബാറ്ററി എത്ര നമുക്ക് ഉപയോഗിക്കാം. ഒരു 60 വരെ നിങ്ങൾക്ക് ബാറ്ററി ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, ഏത് ഫോണും. ഇനി 50 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ബാറ്ററി പെട്ടെന്ന് ചാർജ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഒരു വിഷയമുള്ളൂ. പിന്നെ ചില ആൾക്കാർ ബൂസ്റ്റ് ചെയ്താലുള്ള വിഷയം എന്ന് വെച്ചാൽ ചില ആൾ 85, 95 അതുപോലെ 100 കാണിക്കുമ്പോൾ ബൂസ്റ്റ് ചെയ്താലുള്ള വിഷയം, നിങ്ങൾക്ക് ബാറ്ററി എത്ര തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ചെയ്യുക മാത്രമേ ഉള്ളൂ. ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ചാർജ് പെട്ടെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം ബാറ്ററി നിൽക്കൽ കുറച്ച് കുറവാണ്. ബാക്കിയെല്ലാം ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് ആൻഡ്രോയിഡൊക്കെ 3 ദിവസം നിൽക്കും. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ആൻഡ്രോയിഡൊക്കെ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം വരെ ചാർജ് നിൽക്കും. അതേസമയത്ത് ഐഫോൺ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ദിവസം 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. അത്ര പോലും നിൽക്കാത്തൊരു സംഭവമാണ് ഐഫോണിൽ. അതേസമയം നോർമലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമൽ നമുക്ക് ഡാറ്റ ഒക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും. അതുപോലെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 2-3 തവണ നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വീണ്ടും നല്ലോണം ബാറ്ററി കുറഞ്ഞങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ബൂസ്റ്റും ഓർലിക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. യുവർ ചോയ്സ് ആണ്.
പറയൽ ഞങ്ങളെ കടമയാണ്. ഓക്കെ, നമ്മൾ 12 Pro കഴിഞ്ഞു, 13 കഴിഞ്ഞു, ഇനി 13 കഴിഞ്ഞാൽ 13 Proയിലേക്ക് പോകും. 13 Pro ആണ് ഒരുപാട് സ്റ്റോക്ക് വന്ന് കിടക്കുന്നുണ്ട്. 13 Pro 13 Pro Maxന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡോട്ട് ഉള്ളതുണ്ട്, ഡോട്ട് ഇല്ലാത്തതുണ്ട്. അയച്ച പീസ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക് അപ്ഡേഷനിൽ വന്നതാണ്. അപ്ഡേഷനിൽ വന്നു വെച്ചാൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഹാർഡ്വെയറിൽ ഉണ്ടായിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ വരുന്ന പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് അത് ഷോ ചെയ്യാണ്. ഏകദേശം 15 Proയിൽ വരെ ഇപ്പം ഡോട്ട് വരുന്നുണ്ട്. ഇനി 16 Proയിലും ഇതേപോലെ വരും. അതൊക്കെ ഹാർഡ്വെയറിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തൈമാനം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സംഭവമാണ്. പക്ഷേ കൂടുതൽ തൈമാനം വന്നത് ഒരുപാട് ഡോട്ടുള്ള സാധനമൊക്കെ വാങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡോട്ട് ചെറിയ 1-2 ഒക്കെ ഡോട്ട്, ചെറിയ ഡോട്ടൊക്കെ ഒരു വിഷയമല്ല. പക്ഷേ ഒരുപാട് ഡോട്ടുള്ളത് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഞാൻ മുന്നേ വീഡിയോയിൽ പറയുന്നുണ്ട്. മോട്ടറേറ്റർ പോയിട്ട് 1x പോയാൽ കാണൂല, 3x തന്നെ പോയിട്ട് നിങ്ങൾ വൈറ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി നിങ്ങൾക്ക് കാണിക്കുന്നൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഡോട്ടുള്ളത് കസ്റ്റമറിന് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. കാരണം 1-2 ചെറിയ ഡോട്ടൊക്കെ ഒരു വിഷയമില്ലാത്തതുകൊണ്ട് കസ്റ്റമർ വാങ്ങിയിട്ട് ചെറിയ പൈസയൊക്കെ വാങ്ങിയിട്ട് ചെറിയ പൈസ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ഒരു 1550 1600 ദിർഹംസിലൊക്കെ ഡോട്ടുള്ള കിട്ടും. അയക്കാത്ത പീസാണ്, ഒരു പ്രശ്നമില്ലാത്ത സാധനം കിട്ടും. അതല്ല നിങ്ങൾക്ക് ഡോട്ടൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1700 750 റേഞ്ചിൽ 256 GB കിട്ടും. 512 ആണെങ്കിൽ 1950 2000 റേഞ്ചിൽ 512 GB കിട്ടും. അതല്ല നിങ്ങൾക്ക് 30 Pro Max ആ വേണ്ടിക്കണമെങ്കിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അത് അടിപൊളി സ്റ്റോക്ക് വന്ന് കിടക്കുന്നുണ്ട്. 30 Pro Max ഡോട്ട് ഉള്ളതാണെങ്കിൽ 2000 2100 റേഞ്ച് കിട്ടും. അതല്ല ഡോട്ട് ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഒരു 2200 2250 റേഞ്ചിൽ ഡോട്ട് ഇല്ലാത്ത 30 Pro Max നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി 30 Pro Max നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ 14ലേക്ക് പോകാം. 14 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 14 അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. 14 നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 128 GB ആണെങ്കിൽ 1500 1550 ദിർഹംസിന് കിട്ടും. അതല്ല 256 GB ഉണ്ടാക്കി 1850 1900 ദിർഹംസിന് 256 GB കിട്ടും. അതല്ല 14 പ്ലസ് വേണ്ടിക്കണമെങ്കിൽ അടിപൊളി കയറാം. 1700 750 റേഞ്ചിൽ നിങ്ങൾക്ക് 128 കിട്ടും. 256 GB ആണെങ്കിൽ 2000 2100 റേഞ്ചിൽ 256 GB കിട്ടും. 512 വേണ്ടാക്കി ബ്രാൻഡ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴയ വീഡിയോ പോയി കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 50ൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ നോൺ ആക്റ്റീവ് ഒരു ചെറിയ സ്റ്റോക്ക് വന്നെടുക്കുന്നുണ്ട്. 12 Proയുടെ നോൺ ആക്റ്റീവ് ആയി കിടക്കുന്നത്. 12 Pro നോൺ ആക്റ്റീവ് 256 GB കൊടുക്കുന്നത് 1750. അതല്ല 13 Pro ആണ് ഏറ്റവും അടിയിലുള്ള ലൈനിലുള്ള 30 Pro ആണ്. ഒരു 5 പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ. ആദ്യം വരുന്ന 5 കിട്ടും. 2500 ദിർഹംസിന് കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് വേണ്ടത് 15 Pro ആണെങ്കിൽ 15 Pro ആണ് ഈ മുകളിൽ കിടക്കുന്നതും അതുപോലെ ഒരുപാട് സ്റ്റോക്കും കിടക്കുന്നുണ്ട്. 15 Pro ഇത്തവണ കൊടുക്കുന്നത് 3150 ദിർഹംസിന്. ഏത് കളർ എടുത്താലും ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത്. 3150 ദിർഹംസിന് 15 Pro 256 GB ആണ് കൊടുക്കുന്നത്. ഓക്കെ, 14 Proയിലേക്ക് പോകുകയാണെങ്കിൽ ഡോട്ട് ഉള്ളതുണ്ട്, ഡോട്ട് ഇല്ലാത്ത. ഡോട്ട് ഉള്ളതാണെങ്കിൽ 2000 2050 ദിർഹംസിന് കിട്ടും. അതല്ല ഡോട്ട് ഇല്ലാത്തതാണെങ്കിൽ, ഡോട്ട് ഉള്ളതിനാണ് ഞാൻ പറഞ്ഞത്, ഡോട്ട് ഇല്ലാത്തതാണെങ്കിൽ 2200 2250 റേഞ്ചിൽ നിങ്ങൾക്ക് ഡോട്ട് ഇല്ലാത്ത കിട്ടും. 256 GB. അതന്നെ 512 ആണെങ്കിൽ 2350 2400 ദിർഹംസിന് 512 GB ഡോട്ട് ഇല്ലാത്ത കിട്ടും. ഡോട്ട് ഉള്ളതാണെങ്കിൽ ഇനിയും കുറയും. അതുപോലെ ബാറ്ററി കുറവാണെങ്കിൽ ഇനിയും കുറയും. അത്യാവശ്യം കുഴപ്പമില്ല. കസ്റ്റമറുടെ അടുത്ത് വാങ്ങുമ്പോൾ ഗുണതാണെന്ന് പരമാവധി ബാറ്ററിയും കാര്യമൊക്കെ അവർ നല്ല രീതിയിൽ കീപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉഷാറും കവറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നോക്കുമ്പോൾ സ്ക്രാച്ചൊക്കെ കുറവായിരിക്കും. അതുപോലെ നല്ല കണ്ടീഷനായിരിക്കും. ബാറ്ററി നല്ല ബാക്കപ്പ് ഉണ്ടാവും. ഒരുപാട് ഉപയോഗിക്കുന്നത് ചില ആൾ ഈ കണ്ട ചാർജറൊക്കെ കൂട്ടുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ചില ആൾക്കാർ കെയർലെസ് ആയിട്ട് ഗ്ലാസ് ഇടൂല, കവർ ഇടാതെ പോക്കറ്റിൽ വെക്കും, ചാവി വെച്ചിട്ട് അതുപോലെ കോയിൻസ് വെച്ചിട്ടൊക്കെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും. അതൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു AKD ഗ്ലാസ് എന്നൊരു ഗ്ലാസ് എടുക്കുന്നത്. ആ ഗ്ലാസ് ഒരിക്കലും ആ പോളിഷ് ചെയ്തതിൻ്റെ മുകളിൽ നിൽക്കില്ല. നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുക ഈ ഗ്ലാസ് അങ്ങ് ഇടും. കാരണം ഇത് കസ്റ്റമർക്കും വേറെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങൾ ഗ്ലാസ് ഇടും. ഗ്ലാസ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോളിഷ് ചെയ്താണോ ഇല്ലത്. അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, 40 Pro Maxലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 40 Pro Max ഡോട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2200 2300 ദിർഹംസിന് കിട്ടും. ഡോട്ട് ഇല്ലാത്തതാണെങ്കിൽ 14 Pro Max നല്ല റേറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 2400 2450 ദിർഹംസിന് 14 Pro Max 256 GB കൊടുക്കും. അതിൽ 512 വേണ്ടാക്കി കൊടുക്കുന്നത് 2650 2700 ദിർഹംസിന് 512 GB കൊടുക്കും. പിന്നെ അതൊന്നല്ല നിങ്ങൾക്ക് 15 Pro വേണ്ടെങ്കിൽ 15 Pro നിങ്ങൾക്ക് അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. 15 Pro Max നല്ല സ്റ്റോക്ക് ഉണ്ട്. 15 Pro നിങ്ങൾക്ക് 128 GB ഒക്കെ ആണെങ്കിൽ 128 GB 2650 2700 ദിർഹംസിന് 128 GB കിട്ടും. ബാറ്ററി കുറവാണെങ്കിൽ ഇനിയും വില കുറയും. ഓൾമോസ്റ്റ് 80-85 റേഞ്ചിൻ്റെ മുകളിലേ നിങ്ങൾക്ക് ബാറ്ററി കിട്ടുള്ളൂ. ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററിയുള്ള തന്നെയാണ് ഏകദേശം ബാറ്ററിയുള്ള സാധനമാണ് ഇവർ കിട്ടുക. ഇനി അതല്ല നിങ്ങൾക്ക് 256 GB ഉണ്ടാക്കുകയാണെങ്കിൽ 256 GB 2950 3000 ദിർഹംസിന് നല്ല അടിപൊളി 15 Pro 256 GB കിട്ടും. ഇപ്പോൾ ബ്രാൻഡ് ന്യൂ കിട്ടുന്നില്ല, മാർക്കറ്റിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. AI ഫീച്ചർ അതിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും 50 Pro Max നല്ല ഡിമാൻഡിലാണ് പോകുന്നത്. എടുക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതായാലും ബാക്കി ഫോൺ എന്തായാലും എടുക്കുകയാണ്, അതിൻ്റെ കൂടെ കുറച്ച് പൈസ അധികം എടുത്തിട്ട് മാക്സിമം നിങ്ങൾ 50 Pro Max ഒക്കെ എടുക്കുന്നത് നല്ലത്. അതിലാണ് AI ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് 15 Pro Maxലേക്ക് പോകുകയാണെങ്കിൽ 50 Pro Max 256 GB നല്ല റേറ്റ് ആണ്. 3200 3250 റേഞ്ചിൽ 50 Pro Max 256 GB കിട്ടും. 512 വേണ്ടാക്കും 3450 3500 റേഞ്ചിൽ 512 കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടത്
16 ആണെന്ന് അറിയാം. 16 ചെറിയ സ്റ്റോക്കേ വരുന്നുള്ളൂ, വരുമ്പോൾ തന്നെ തീരുന്നുണ്ട്. നിങ്ങൾ വന്നോളൂ, വരുന്ന സമയത്ത് ഏതാണ് സ്റ്റോക്കുള്ള അത് ബെസ്റ്റ് റേറ്റിന് കൊടുക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കണ്ടീഷൻ നല്ല സാധനം ഉണ്ടെങ്കിൽ, ചെറിയ മോഡലൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നോളൂ, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതെല്ലാം നിങ്ങൾ ഇനി സാംസങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ സാംസങ്ങിനൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏകദേശം പറഞ്ഞു നിന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്. പരമാവധി വാട്സപ്പിൽ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റീപ്ലേക്ക് കുറച്ച് ടൈം എടുക്കാൻ ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. നിങ്ങൾ പെട്ടെന്നൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ കോൾ ചെയ്യുക. അതുപോലെ യു എയിൽ എവിടെയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ യു എയിൽ ഏത് മുക്ക് മൂലയിലും നിങ്ങൾക്ക് സാധനം ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. നോർമലായിട്ടൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ വെറും 25 ദിർഹംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, നമ്മൾ ഈ ബോർഡർ അതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രം പോകുമ്പോൾ കുറച്ച് ചാർജ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ചാർജാണ്. നോർമലായിട്ട് ഏത് സ്ഥലത്ത് കൊണ്ടുപോകണം വെറും 25 ദിർഹംസാണ്. അബുദാബിയിലും അല്ലൈനായാലും ഷാർജയിലാണെങ്കിലും അതല്ല ഫുജൈറ ആണെങ്കിലും ഇനി അതല്ല നിങ്ങൾക്ക് അജ്മാൻ ആണെങ്കിലും എവിടെയാണെങ്കിലും വെറും 25 ദിർഹംസ് മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പം ഏകദേശം എല്ലാം പറഞ്ഞു തരും. അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്ത്, നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പിശുക്കും കാണിക്കാതെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളെ കൂട്ടുകാരിലൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും